ഇന്നിവിടെ നമ്മൾ വന്നത് മുഖ്യമായും ഇവിടുത്തെ തൊഴിലാളികളുടെ പ്രശ്നം ഉന്നയിക്കാനും നിയമവിരുദ്ധമായി അറസ്റ്റ് ചെയ്ത തൊഴിലാളി പ്രവർത്തകരെ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെടാനും 400-ലധികം തൊഴിലാളികളെ ജയിലിലടച്ചു. അവർക്ക് പുറത്തു വരാനുള്ള നടപടിക്രമം വേഗത്തിലാക്കണം. പിന്നെ തൊഴിലാളികളുടെ മറ്റാവശ്യങ്ങൾ ഇതെല്ലാം ഉന്നയിച്ചുകൊണ്ടാണ് വന്നത്. ഇവിടുത്തെ പോലീസിൻ്റെ പെരുമാറ്റം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, DM-നെ കാണാൻ വേണ്ടി രാവിലെ ഞങ്ങൾ ഈ പ്രതിനിധി സംഘമായിട്ട് വരുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധി സംഘത്തിൻ്റെ ഭാഗമായിട്ട് ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടി വന്ന ഡൽഹിയിലെ പാർട്ടിയുടെ നേതാക്കന്മാരും CITUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാന പ്രസിഡന്റുമായ PV അനിയൻ, വീരേന്ദ്ര ഗൗഡ്, ഈ രണ്ടുപേരെ പിക്കപ്പ് ചെയ്യാൻ. അവരെക്കുറിച്ച് വിവരമില്ല. അന്വേഷിച്ചപ്പം ഒന്നും പറയുന്നില്ല, പോലീസൊന്നും പറയുന്നില്ല, രഹസ്യമാക്കി വെച്ചിരിക്കുക. ഒരു പ്രൊഫഷണൽ, എൻ്റെ മകൻ്റെ കൂടെ പഠിച്ച രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് ഡൽഹിയിൽ വെച്ച് എന്നെ കാണാമെന്ന് പറഞ്ഞു. AKG ഭവനിൽ വരാമെന്നാണ് പറഞ്ഞു. ഞാൻ അയാളോട് പറഞ്ഞു, ഇല്ല, അയാൾ നോയിഡയിലാണ് താമസിക്കുന്നത്, ഞാൻ നോയിഡയിൽ വരുന്നുണ്ട്, ഇവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ DM-ൻ്റെ ഓഫീസിൽ വരുന്ന എന്നെ കാണാൻ വേണ്ടി ഈ രഞ്ജിത്ത് DM-ൻ്റെ കളക്ടറേറ്റിൽ നിൽക്കുകയാണ്. അയാളെ അറസ്റ്റ് ചെയ്തു. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കുമ്പോൾ ഫോൺ കിട്ടുന്നില്ല. കാര്യം എന്താ? ഇവരെല്ലാം പിടിക്കുന്നവരുടെ എല്ലാം ഫോൺ എടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള വലിയൊരു അതിക്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ഞങ്ങളെ നോയിഡ അതിർത്തിയിൽ വെച്ച് ഒരു സംഘം പോലീസുകാർ രാവിലെ തടഞ്ഞു. പോകാൻ പറ്റില്ല, DM-നെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അങ്ങനെ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പിന്നെ പരിപാടി അവസാനിപ്പിക്കുന്നവരല്ല ഞങ്ങളുടെ കൂടെ പോളിറ്റ് ബ്യൂറോ അംഗം അരുൺകുമാർ ഉണ്ടായിരുന്നു. രാജ്യസഭയിലെ പിന്നെ ശിവദാസനും റഹീമും ഉണ്ടായിരുന്നു. DYFയുടെ അഖില ഇന്ത്യ പ്രസിഡന്റ് കൂടിയാണ് റഹീം. ലോക്സഭാംഗമായിട്ടുള്ള പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗം അമരാറാം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ പാർട്ടിയുടെ ഡൽഹി സെക്രട്ടറി സഖാവ് അനുരാഗും മറ്റ് സഖാക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് വരുന്നത്. ഞങ്ങൾ അവിടെ ഇരുന്നു, സമരം ആരംഭിച്ചു റോഡ് സൈഡിൽ, വഴി മുടക്കാതെ. അപ്പോൾ പോലീസുകാരെല്ലാവരെയും ബന്ധപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, DM-ഉം എല്ലാം നിങ്ങളെ കാണാൻ വേണ്ടി അവിടെ റെഡിയാണ്, പുറപ്പെടാമെന്ന് പറഞ്ഞു. കഥ ദീർഘിപ്പിച്ച് പറയുന്നില്ല, ഞങ്ങളെ വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയിരുത്തി. അപ്പോഴും DM-നെ കാണാനില്ല. ഇങ്ങനെ നീട്ടിപ്പോയി. അവസാനം ഞങ്ങൾ പറഞ്ഞു, ഇന്ന് അറസ്റ്റ് ചെയ്തവരെ CITUവിൻ്റെ നേതാക്കന്മാരെ പിടിച്ചിരിക്കുന്നു. ഒന്നാമത് അവരെല്ലാം ഞങ്ങളുടെ മുമ്പിൽ വരണം. ഇവിടെ DM-ൻ്റെ ഓഫീസ് കം റെസിഡൻസിൽ നടത്തിയിട്ടുള്ള സമരം നിങ്ങൾ കണ്ടു. ഇവിടെ ഒരുപാട് സമയം കാത്തിരുന്നിട്ട് കാണാതെ വന്നപ്പോഴാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പോൾ പ്രശ്നമെല്ലാം പരിഹരിക്കാം എന്ന് ADM അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനെല്ലാം അയച്ചുകൊണ്ടും DM ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിയൊക്കെ ആയിട്ട് ഒരുപാട് യോഗങ്ങളിലാണ് ഇവിടുത്തെ പ്രശ്നങ്ങളുടെ പേരിൽ, അതുകൊണ്ട് വരാൻ കഴിയുന്നില്ല. എന്ത് വിഷയം ഉണ്ടെങ്കിലും ADM-നോട് പറഞ്ഞോളൂ, പരിഹരിക്കാമെന്ന് പറഞ്ഞു. ADM-നോട് ഞങ്ങൾ പറയാം, പക്ഷേ ഞങ്ങളുടെ കൂടെ വന്ന് അറസ്റ്റ് ചെയ്ത മുഴുവൻ ആളിനെയും വിടണം. അങ്ങനെ CITUവിൻ്റെ അവർ അറസ്റ്റ് ചെയ്ത് CITUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി, CITUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, പിന്നെ ഒരു വിവരവും തരാതെ അവർ പിടിച്ചു വച്ചിരുന്ന CITUവിൻ്റെ മറ്റൊരു നേതാവുണ്ട്, രാം സ്വരത്ത്. ഇവരെല്ലാം ഇവിടെ ഹാജരാക്കണം. പിന്നെയാണ് ഈ രഞ്ജിത്തിനെയൊക്കെ അറസ്റ്റ് ചെയ്തെന്നുള്ളത് പിന്നീടാണ് അറിയുന്നത്. അപ്പം ഇങ്ങനെ അന്യായമായി അറസ്റ്റ് ചെയ്തവരെ മുഴുവൻ വിടുകയും ഞങ്ങളുടെ ആവശ്യങ്ങളെല്ലാം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് ADM വഴി ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ഉറപ്പ് നൽകുകയും ചെയ്താൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് സമരം അവസാനിപ്പിക്കൂ. ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചിരിക്കുകയാണ്. ADM നേരിട്ട് വന്നു. ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് കേരള കേഡർ IAS ഓഫീസറാണെന്നാണ് പറയുന്നത്, ശ്രീമതി മേധ. അവരുമായിട്ട് ഞങ്ങൾ ഫോണിൽ സംസാരിച്ചു. അവർ നേരിട്ട് വരാൻ കഴിയാത്തതിൽ അവരുടെ വിഷമം അറിയിച്ചു. രാജ്യസഭയിലെ CPM-ൻ്റെ നേതാവ് ജോൺ ബ്രിട്ടാസും ഇവിടെ വന്നിരുന്നു. ഈ ചർച്ചകളിൽ അവസാന ഘട്ടത്തിൽ ഏർപ്പെടുകയുണ്ടായി. അപ്പോൾ ഇപ്പോൾ നടക്കുന്ന സമരം ഒരു പരിധിവരെ വിജയിച്ചിരിക്കുന്നു. പക്ഷേ തൊഴിലാളികളുടെ കൂലി കൂട്ടുക എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം അത് ബാക്കി നിൽക്കുകയാണ്. ആ വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തവരെ മുഴുവൻ ജയിലടച്ചത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അറസ്റ്റ് ചെയ്ത CITUവിൻ്റെ നേതാക്കന്മാരെ വിട്ടയച്ചു. അറസ്റ്റ് ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ലാതെ ഇരുന്ന ആളുകളെ, രാം സത്തം ആ സഖാവിനെ വിട്ടു. ഇന്നിപ്പോൾ വഴിയിൽ നിന്ന് പിടിച്ച ആളുകളെ വിട്ടു. ജയിലിൽ കിടക്കുന്നവരെ ഘട്ടം ഘട്ടമായിട്ട് മോചിപ്പിക്കാമെന്ന് പറഞ്ഞു. തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ DM എന്നുള്ള തരത്തിൽ എപ്പോൾ വേണമെങ്കിലും തൊഴിലാളികൾക്ക് നിവേദനമായിട്ട് വന്ന് കാണാം. അപ്പം അതിന് താമസിയാതെ അവസരം ഉണ്ടാകും. അപ്പോൾ ഭാഗികമായ വിജയത്തോടുകൂടി ഇന്നത്തെ സമരം ഇവിടെ അവസാനിക്കുകയാണ്. എന്നാൽ തൊഴിലാളികളുടെ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ, കൂലിക്കൂടുതൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുകയാണ്. അതുന്നയിച്ചുകൊണ്ടുള്ള സമരം ഇനിയും തുടരേണ്ടി വരും.